അഡൽസ് എല്ലാവരും മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കേണ്ട ഒരു ചിൽഡ്രൻസ് ബുക്കിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ 20 വീക്ക് ഫിക്ഷൻ റീഡിംഗ് ചലഞ്ചിലെ റീഡ് എ ഷോർട്ട് ബുക്ക് എന്ന പ്രോംപ്റ്റ് വെച്ച് വീക്ക് 1 ഞാൻ വായിക്കാൻ ചൂസ് ചെയ്ത ബുക്കാണ് ദ ലിറ്റിൽ പ്രിൻസ്. 1943 പബ്ലിഷ് ചെയ്ത ഈ ബുക്ക് ഇതുവരെ 200 മില്യൺ കോപ്പീസ് ആണ് വിറ്റുപോയിരിക്കുന്നത്. അതുമാത്രമല്ല 600-ലധികം ലാംഗ്വേജസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രേസി റൈറ്റ്? ഈ ബുക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ട്സും ലെസൺസും മാറിക്കൊണ്ടേയിരിക്കും. ഇതൊരു ചിൽഡ്രൻസ് ബുക്കായിട്ടാണ് പറയുന്നതെങ്കിലും ഇത് ശരിക്കും അഡൽസിനുള്ള ഒരു ഫിലോസഫിക്കൽ ഫിക്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുട്ടികൾ വായിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ല ഒരു അഡൽട്ടിന് കിട്ടുന്നത്. ഞാനിത് കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിനേക്കാളും അഡൽസിനെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ബിക്കോസ് ഈ ബുക്കിലൂടെ ഓഥർ ഷെയർ ചെയ്യുന്ന ഫിലോസഫി കുട്ടികൾക്ക് അത്ര മനസ്സിലാവില്ല. അവർക്കൊരു അഡ്വഞ്ചർ സ്റ്റോറി ആയിട്ട് മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. ബട്ട് ഫിലോസഫീസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ദ ലിറ്റിൽ പ്രിൻസ് എന്ന ബുക്ക് ഇത്ര ഫേമസ് ആയത്, എന്താണ് ഇതിന്റെ സ്റ്റോറി പ്ലോട്ട്, ഈ ബുക്കിലൂടെ ഞാൻ ഈ ടൈമിൽ മനസ്സിലാക്കിയ ലൈഫ് ലെസൺസ് എന്തൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ 20 വീക്ക് ഫിക്ഷൻ റീഡിംഗ് ചലഞ്ച് എന്നൊരു സംഭവം ലാസ്റ്റ് വീക്ക് മുതൽ ചെയ്യുന്നുണ്ട്. പല വെറൈറ്റിയിലെ ഫിക്ഷൻ ബുക്സ് ട്രൈ ചെയ്യാനാ, അതും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വായിക്കാനാ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ മൈ 20 വീക്ക് ഫിക്ഷൻ റീഡിംഗ് ചലഞ്ച്. ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് ആരാണ് ഈ ബുക്കിന്റെ ഓഥർ എന്ന് നോക്കാം. ആന്റോണിയോ ഡെ സെയിന്റ് എക്സുപെറി ആണ് ദ ലിറ്റിൽ പ്രിൻസിന്റെ ഓഥർ. അദ്ദേഹം ഫ്രഞ്ച് എയർഫോഴ്സിൽ ഒരു പൈലറ്റ് ആയിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ ജർമ്മനി ഫ്രാൻസിനെ ഇൻവൈഡ് ചെയ്തപ്പോൾ സ്വന്തം രാജ്യം വിട്ട് അദ്ദേഹത്തിന് ന്യൂയോർക്കിലോട്ട് പോകേണ്ടി വന്നു. വാറിനെ കുറിച്ചുള്ള ചിന്തകളും സ്വന്തം രാജ്യം വിട്ടു പോകേണ്ടി വന്ന സിറ്റുവേഷനും താൻ ഏറെ ഇഷ്ടത്തോടെ ചെയ്തിരുന്ന പൈലറ്റ് ജോലി ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമവും ഒറ്റപ്പെടല്, ഹോം സിക്നസ് എല്ലാമാണ് ദ ലിറ്റിൽ പ്രിൻസ് എന്ന ബുക്ക് എഴുതാൻ കാരണമായത്. ഈ ബുക്കിലെ നറേറ്റർ ആയിട്ടുള്ള ക്യാരക്ടറും ഓഥറും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. എ കൈൻഡ് ഓഫ് ബയോഗ്രഫി, എന്നാൽ കിഡ്സ് ബുക്ക് ആക്കി പിക്ചർ ഒക്കെ വരച്ച് ഒരു ഫിക്ഷണൽ എലമെന്റ് യൂസ് ചെയ്തിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, എന്താണ് ഈ ബുക്കിന്റെ സ്റ്റോറി ഔട്ട്ലൈൻ എന്ന് നോക്കാം നമുക്ക്. സ്റ്റോറി തുടങ്ങുന്നത് തന്നെ ഒരു പൈലറ്റ് സഹാറ ഡെസേർട്ടിൽ തന്റെ പ്ലെയിൻ ക്രാഷ് ആയി എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഈ പൈലറ്റ് ആണ് നറേറ്റർ. തന്റെ എയറോപ്ലെയിൻ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് എവിടുന്നോ ഒരു ചെറിയ പയ്യൻ വരും. അതാണ് നമ്മുടെ ലിറ്റിൽ പ്രിൻസ്. ഈ പയ്യൻ പ്ലീസ് എനിക്കൊരു ഷീപ്പിനെ വരച്ചു തരുമോ എന്നാണ് പൈലറ്റിനോട് ചോദിക്കുന്നത്. അങ്ങനെ തുടങ്ങുന്ന അവരുടെ ഇന്ററാക്ഷനിലൂടെ പൈലറ്റിന് മനസ്സിലാവും ഈ പയ്യൻ നമ്മുടെ എർത്തിലെ ആളല്ല, മറ്റൊരു പ്ലാനറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എർത്തിലോട്ട് വരുന്നതിന് മുമ്പ് വേറെ പല പ്ലാനറ്റ്സും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാനറ്റ് എന്ന് പറയുന്നത് കുറെ ആസ്ട്രോയിഡ്സ് ആണ്. ലിറ്റിൽ പ്രിൻസിന്റെ പ്ലാനറ്റ്, അതായത് ആ ആസ്ട്രോയിഡില് ലിറ്റിൽ പ്രിൻസ് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് ലിറ്റിൽ പ്രിൻസ് വിസിറ്റ് ചെയ്ത മറ്റ് പല ആസ്ട്രോയിഡ്സിലും ഒരാൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ ഓരോ മനുഷ്യരും നമ്മുടെ ഇടയിൽ നമ്മൾ കാണുന്ന പലരെയും റെപ്രസെന്റ് ചെയ്തിരിക്കും. ഇതില് പവറിൽ ഒബ്സസ്ഡ് ആയിട്ടുള്ള രാജാവുണ്ട്, കയ്യിലുള്ള കാശ് എപ്പോഴും എണ്ണിക്കൊണ്ടേയിരിക്കുന്ന ബിസിനസ്മാൻ ഉണ്ട്, പല സ്ഥലങ്ങളെ കുറിച്ച് തിയറി ആയിട്ട് മാത്രം പഠിച്ച് ഇതുവരെ ഒരു സ്ഥലവും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ജിയോഗ്രഫർ ഉണ്ട്, തന്റെ വിഷമങ്ങൾ മറക്കാൻ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ പലരും ഉണ്ട്. ഫസ്റ്റ് വായിക്കുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഇത്തിരി ഫണ്ണിയായി തോന്നിയേക്കാം. ബട്ട് ഒന്നിരുന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇതിൽ പലരും ആയിരിക്കും. ഇതിനെ കൂടാതെ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, അതിന്റെ വാല്യൂ, നമ്മൾ അതിന് എത്രയൊക്കെ വാല്യൂ കൊടുക്കണം, വാല്യൂ കൊടുക്കും തോറും അതൊക്കെ എത്ര സ്പെഷ്യലായി മാറും എന്നൊക്കെ ഒരു ഫോക്സിന്റെ ക്യാരക്ടറിലൂടെയും പിന്നെ ലിറ്റിൽ പ്രിൻസിന്റെ ഒരു റോസിനെ വെച്ചിട്ടും പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ പ്ലാനറ്റ് വിസിറ്റ് ചെയ്തപ്പോൾ ലിറ്റിൽ പ്രിൻസിനുണ്ടായ എക്സ്പീരിയൻസസ് നറേറ്റർ റീഡേഴ്സിനോട് ഷെയർ ചെയ്യുന്നതാണ് കഥ. വാട്ട് മേക്സ് ദിസ് ബുക്ക് സോ സ്പെഷ്യൽ? ഈ ബുക്കിന്റെ സിംപ്ലിസിറ്റി ആണ് ഇതിന്റെ സ്പെഷ്യൽ. വളരെ ചെറിയ ചാപ്റ്റേഴ്സ്, കുട്ടികളുടെ ലാംഗ്വേജ്, ഓഥർ തന്നെ വരച്ച ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇല്ലസ്ട്രേഷൻസ്, പിന്നെ നല്ല ഷോർട്ട് ബുക്ക്, ഇതെല്ലാം കൂടി ആകുമ്പോൾ ദ ലിറ്റിൽ പ്രിൻസ് ഒരു ഈസി റീഡ് തന്നെയാണ്. പിന്നെ ഈ ബുക്കിന്റെ യൂണീക്നെസ് ആണ് പലരും ഈ ബുക്കിൽ നിന്നും പല വ്യത്യസ്തമായ ലെസൺസ് ആണ് പഠിക്കുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും എല്ലാം. ഓൾസോ സെയിം പേഴ്സൺ തന്നെ ലൈഫിലെ പല സ്റ്റേജസിൽ വായിക്കുമ്പോൾ ലെസൺസ് മാറുന്നത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഒരു കുട്ടിക്ക് ഈ ബുക്ക് ഒരു ഫാന്റസി അഡ്വഞ്ചർ പോലെ തോന്നും, ഒരു അഡൽട്ടിന് ഫിലോസഫി ആയിട്ടും, ഒരു പാരന്റിന് ഇതിൽ പാരന്റിങ് കാണാനായിട്ട് പറ്റും. ഗ്രീവിങ് ചെയ്യുന്ന ഒരാൾക്ക് ഹീലിംഗ് ആയിരിക്കും കാണുക, ലോൺലിനെസ്സിലുള്ള ആൾക്ക് ഒരു ഹോപ്പും ആയിരിക്കും ഇത്. ഇങ്ങനെ വളരെ കുറച്ച് ബുക്സിന് മാത്രമേ സാധിക്കുള്ളൂ. ആൻഡ് ദ ലിറ്റിൽ പ്രിൻസ് ഇസ് വൺ അമംഗ് ദം. നെക്സ്റ്റ്, ഈ ബുക്കിൽ നിന്നും ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയ കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ലൈഫ് ലെസൺസ് ഷെയർ ചെയ്യാം. ഇൻ കേസ് നിങ്ങളും ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്ത ലെസൺസ് ഇതൊക്കെ തന്നെ ആയിരുന്നോ എന്നും കമന്റ് ചെയ്യാം. ലെസൺ നമ്പർ 1, അഡൽട്സ് ഫോർഗെറ്റ് വാട്ട് റിയലി മാറ്റേഴ്സ്. ഈ ബുക്കിലെ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്,
all grown-ups were once children, but only few of them remember it. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ കയ്യിൽ കിട്ടുന്ന ഏത് സാധനത്തെ ആണെങ്കിലും വെച്ച് ഒരു കളിപ്പാട്ടമാക്കി നമ്മുടേതായ പല കളികളും കണ്ടുപിടിച്ച് കളിച്ചിരുന്നു അല്ലേ? പക്ഷെ ഒരു അഡൾട്ട് ആയപ്പോൾ കളികൾ പോയി, ക്രിയേറ്റിവിറ്റി പോയി, ഫുള്ള് ഡെഡ് ലൈൻസ്, ജോലി തിരക്ക്, അങ്ങനെ പലതിൻ്റെയും പുറകെ ഓടൽ മാത്രമായി. നല്ലൊരു ജീവിതം നയിക്കാനായിട്ടാണ് നമ്മൾ ഈ നെട്ടോട്ടം ഓടുന്നത് എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു നല്ല ജീവിതം ജീവിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും മറക്കുന്നു. ബട്ട് കുട്ടികൾ അങ്ങനെയല്ല, എപ്പോഴും ക്യൂരിയസ് ആയിരിക്കും. അവർ ആ ഒരു മൊമെന്റ് എന്താണെങ്കിലും അത് ഫുള്ളായിട്ട് ജീവിക്കുന്നു. നമ്മളും ഒരിക്കലും ഇങ്ങനെയൊക്കെ ആയിരുന്നു. പറ്റുന്ന പോലെയൊക്കെ അതൊക്കെ നമ്മുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കുക. ലെസൺ നമ്പർ 2, സക്സസ് ഇസന്റ് ദ സെയിം ആസ് ഹാപ്പിനെസ്. ഈ ബുക്കിൽ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ജീവിതം ഫുള്ള് സ്റ്റാർസ് എണ്ണിക്കൊണ്ടിരിക്കുന്നു. ആളുടെ വിചാരം എന്തെന്നാല് താൻ കണ്ടുപിടിച്ച് എണ്ണുന്ന സ്റ്റാർസ് ഒക്കെ അയാളുടെ സ്വന്തമാണെന്ന്. ഇങ്ങനെ നിറയെ നക്ഷത്രങ്ങൾ സ്വന്തമാക്കിയാൽ നല്ലൊരു റിച്ച് പേഴ്സൺ ആകും എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. അയാൾ ഈ സ്റ്റാർസ് എണ്ണുന്ന തിരക്കില് ആ നക്ഷത്രങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ നോക്കിയിട്ടില്ല, ജസ്റ്റ് എണ്ണിക്കൊണ്ട് മാത്രം ഇരിക്കുന്നു. എന്തെങ്കിലും ഒരു സാമ്യം ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഒരുപാട് പേരും കുറേ വർഷങ്ങൾ കാശ് സമ്പാദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുപോലും നമ്മൾ ചിന്തിക്കാറില്ല. മിക്കപ്പോഴും നമ്മൾ ആ റിയൽ പേർപ്പസിനെ മറന്നുപോയിട്ടുണ്ടാവും. നമ്പർ 3, റിലേഷൻഷിപ്സ് നീഡ് ടൈം. ഇതിൽ ലിറ്റിൽ പ്രിൻസ് ഒരു ഫോക്സിനെ മീറ്റ് ചെയ്യുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ഫോക്സ് ലിറ്റിൽ പ്രിൻസിന് നല്ല വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് പഠിപ്പിച്ചു കൊടുക്കും. ഫ്രണ്ട്ഷിപ്പ്, ലവ്, ട്രസ്റ്റ് ഇതൊന്നും ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവില്ല. അതിന് അതിൻ്റെതായ സമയം കൊടുക്കണം, അറ്റൻഷൻ കൊടുക്കണം, എഫേർട്ട് ഇടണം. ഇപ്പോഴത്തെ കാലത്ത് ഒരാളെ ഫോളോ ചെയ്യാനും അൺഫോളോ ചെയ്യാനും ഒരു സിമ്പിൾ ക്ലിക്ക് മതി. ചിലപ്പോൾ ഒരുപാട് ഫോളോവേഴ്സും ഉണ്ടാവും നമുക്ക് ഓൺലൈനിൽ, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ലോൺലി ആയിരിക്കും. സോ ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് അതിനായിട്ടുള്ള എഫേർട്ടും ഇടണം. ലെസൺ നമ്പർ 4, യു ബിക്കം റെസ്പോൺസിബിൾ ഫോർ വാട്ട് യു ലവ്. ലിറ്റിൽ പ്രിൻസിന്റെ പ്ലാനറ്റിൽ അവനൊരു ഒറ്റ റോസ് ഉണ്ട്. ആ റോസിന് അവന് വലിയ കാര്യമാണ്. എപ്പോഴും അതിന് വേണ്ടതൊക്കെ കൊടുത്തിട്ട് അതിനെ കെയർ ചെയ്യും. ആ പ്ലാനറ്റിലുള്ളപ്പോൾ ലിറ്റിൽ പ്രിൻസ് വിചാരിക്കുന്നത് ഈ ലോകത്ത് അവന്റെ റോസ് മാത്രമേ റോസ് ആയിട്ടുള്ളൂ എന്ന്. എന്നിട്ട് എക്സ്പ്ലോർ ചെയ്ത് എർത്തിലെത്തിയപ്പോഴോ ഒരു സ്ഥലത്തില് ഒരുപാട് റോസസ് ഉള്ള ഒരു ഗാർഡൻ കാണും. നിറയെ റോസസ് ഒക്കെ കണ്ട് ഫസ്റ്റ് ഒന്ന് ഞെട്ടിയാലും ലിറ്റിൽ പ്രിൻസിന് തൻ്റെ ആ ഒറ്റ റോസ് തന്നെയാണ് സ്പെഷ്യൽ. അവന് അത് യുണീക്കാണ്. ആ റോസിന് വേണ്ടി അവൻ ചിലവാക്കിയ സമയം, എഫേർട്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര റോസസ് ഉണ്ടെങ്കിലും ലിറ്റിൽ പ്രിൻസിന് തൻ്റെ റോസ് തന്നെയാണ് സ്പെഷ്യൽ. ഇത് നമ്മൾ നമ്മുടെ റിയൽ ലൈഫിലും റിലേറ്റ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ കല്യാണം, കുട്ടികൾ, ഹോബീസ്, പാഷൻ, ഡ്രീംസ് ഒക്കെ നമുക്ക് സ്പെഷ്യൽ ആയിരിക്കും. അതിൻ്റെ വാല്യൂ നമ്മൾ അതിനോട് കാണിക്കുന്ന കെയറും എഫേർട്ടും കാരണം കൂടാനായിട്ട് തുടങ്ങും. ലെസൺ നമ്പർ 5, വാട്ട് ഇസ് എസെൻഷ്യൽ ഇസ് ഇൻവിസിബിൾ. ഈ ബുക്കിലെ ഒരു മെയിൻ കോട്ടാണ് വാട്ട് ഇസ് എസെൻഷ്യൽ ഇസ് ഇൻവിസിബിൾ ടു ദി ഐ. നമ്മുടെ ലോകം എപ്പോഴും വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫോളോവേഴ്സിന്റെ എണ്ണം, ഹൈ സാലറി, ലക്ഷറി കാറ്, ആഡംബരമായിട്ടുള്ള ലുക്ക്, അങ്ങനെ പലതും. പക്ഷെ നമ്മുടെ ലൈഫിൽ ശരിക്കും നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നവയായിരിക്കില്ല. നല്ല ക്യാരക്ടർ, കൈൻഡ്നെസ്, ട്രസ്റ്റ്, സ്നേഹം, കെയർ, അങ്ങനെ പലതും. ഇതൊന്നും നമുക്കൊരു ത്രാസ് വെച്ച് അളന്നു നോക്കാനായിട്ട് പറ്റില്ല. ലെസൺ നമ്പർ 6, വി ആർ ഓൾവേസ് ഇൻ എ ഹറി. ഈ ബുക്കിലെ ഒരു ചാപ്റ്ററിൽ ആളുകൾ എപ്പോഴും തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരും എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുന്നു. നോ വൺ നോസ് വൈ. നമ്മുടെ മോഡേൺ ലൈഫിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മൾ എപ്പോഴും ബിസിയാണ്, എപ്പോഴും സ്ക്രോൾ ചെയ്തിരിക്കുന്നു. അടുത്തതെന്ത് എന്ന് പ്ലാനുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ റൈറ്റ് ഡയറക്ഷനിലോട്ട് തന്നെ ആണോ പോകുന്നത് എന്ന് പോലും നോക്കാതെയാണ് നമ്മുടെ പോക്ക്. റിലാക്സ് ആകാൻ ഒരു വെക്കേഷന് പോയാലും വെക്കേഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഷെയർ ചെയ്യണം എന്ന കാര്യത്തിലാണ് നമ്മുടെ ഫോക്കസ്. അവിടെയും നമ്മൾ തിരക്കിലാണ്. ലെസൺ നമ്പർ 7, ലോൺലിനെസ് എക്സിസ്റ്റ് ഈവൺ ഇൻ ക്രൗഡ്സ്. ഈ ബുക്കിലെ പല ക്യാരക്ടേഴ്സിനൊക്കെ ലിറ്റിൽ പ്രിൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരുപാട് പേരും ലോൺലിയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഇല്ല. ചില സമയങ്ങളിൽ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും മീനിങ് ഫുൾ കണക്ഷൻ ആൻഡ് ലൈഫിനൊരു പേർപ്പസ് ഇല്ലെങ്കിൽ നമുക്കൊരു ലോൺലി ഫീൽ ആയിരിക്കും ഉണ്ടാവുക. ലെസൺ നമ്പർ 8, ഇമാജിനേഷൻ ഇസ് എ സൂപ്പർ പവർ. ഈ ബുക്കിന്റെ തുടക്കത്തിൽ നറേറ്റർ തന്റെ കുട്ടിക്കാലത്ത് വരച്ച ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. അത് കാണുന്ന അഡൽട്സിന് അതൊരു തൊപ്പിയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നമ്മുടെ നറേറ്ററും ലിറ്റിൽ പ്രിൻസും ഒക്കെ ആ ഒരു പിക്ചറിൽ കണ്ടത് ഒരു ആനയെ വിഴുങ്ങിയ പാമ്പിനെയാണ്. ഇതിലൂടെ ഓഥർ ഷെയർ ചെയ്യുന്ന ഒരു മെയിൻ പോയിന്റ് ആണ് ഇമാജിനേഷൻ എപ്പോഴും ഒരു സൂപ്പർ പവറാണ്. കുട്ടികൾ പലതിലും ഇമാജിനേറ്റീവ് ആയിട്ട് ഇരിക്കുന്നു. സോ അവർക്ക് പല പോസിബിലിറ്റീസും കണ്ണിൽപ്പെടുന്നു. നമുക്കും ഇമാജിനേഷനൊക്കെ ഉണ്ട്, ബട്ട് നമ്മൾ പതുക്കെ അതൊക്കെ നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ ഇമാജിനേഷൻ ഒരു സൂപ്പർ പവർ ആണ് എന്ന് മനസ്സിലാക്കി അത് കാത്തു സൂക്ഷിക്കാം.
അത് ലൈഫിൽ പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് കാണിച്ചു തരും. ലെസൺ 9 ഡ്യൂട്ടി ഗിവ്സ് ലൈഫ് മീനിങ് ബട്ട് ഡോണ്ട് ലെറ്റ് ഇറ്റ് കൺസ്യൂം യു. ലിറ്റിൽ പ്രിൻസ് ഒരു പ്ലാനറ്റിൽ എത്തിയപ്പോൾ അവിടെ ഒരു ലാമ്പ് ലൈറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയുള്ള ഒരു ലൈറ്റ് രാത്രി ആകുമ്പോൾ ഓൺ ആക്കണം, രാവിലെ അത് ഓഫ് ആക്കണം. ഇതായിരുന്നു അയാളുടെ ജോലി. അയാൾക്ക് അയാളുടെ ജോലി നല്ല ഇഷ്ടമാണ്, സിമ്പിളുമാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്നാൽ ഈ പ്ലാനറ്റ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചുറ്റാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം എന്നത് ഒരു മിനിറ്റായി മാറും. സോ പണ്ട് ദിവസത്തിൽ ഒരിക്കൽ ഓണും ഓഫും ആക്കിയിരുന്ന ലൈറ്റ് ആൾക്കിപ്പോൾ ഓരോ മിനിറ്റിലും അത് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഓണും ഓഫും എന്ന ഒരു എൻഡ്ലെസ് ലൂപ്പിൽ പെട്ടിരിക്കുകയാണ് അയാളുടെ ലൈഫ്. ഒരു റെസ്റ്റ് എടുക്കാൻ പോലും പറ്റുന്നില്ല. ശരി, ഇങ്ങനെ എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പോലും അയാൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. എൻ്റെ ഡ്യൂട്ടി ഇതാണ്, ഞാൻ ഇത് ചെയ്യുന്നു, ഓർഡേഴ്സ് ഒന്നും ഇതുവരെ മാറിയിട്ടില്ല എന്നാണ് അയാളുടെ എക്സ്പ്ലനേഷൻ. നമ്മളും ചിലപ്പോൾ ഇതുപോലെ ഉള്ള ഒരു റാഡ് റേസിൽ പെടാറില്ലേ? പുതിയ പുതിയ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ വന്ന് വേൾഡ് മാറിയാലും ഒരുപാട് കാര്യങ്ങളും എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനോ നമ്മൾ മുതിരുന്നില്ല. എല്ലാവരും ഇങ്ങനെയാണ് എന്നൊരു റിപ്പീറ്റ് മോഡിൽ ലൈഫ് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വർക്ക് നമ്മുടെ ലൈഫ് ഫുള്ള് നിറഞ്ഞു നിൽക്കും. സോ എത്ര ഇഷ്ടമുള്ള വർക്കാണെന്ന് പറഞ്ഞാലും അതൊരു ജയില് പോലെ ആവും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെയാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ 9 ലെസൺസ് അല്ലാതെ ഒരുപാട് ലെസൺസ് ഇനിയും ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഈ ബുക്ക് വായിച്ച് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ബൈ ബൈ പറയുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? അതിൽ ഏതൊക്കെയാണ് ഒരു അഡൾട്ട് ആയപ്പോൾ നമ്മൾ മറന്നുപോയത്? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തോടെ തിരിച്ചു പോകാനായിട്ട് പറ്റില്ലായിരിക്കും, ബട്ട് ആ സ്വപ്നങ്ങളൊക്കെ ഓർക്കാൻ പറ്റുമല്ലേ? ഈ ബുക്ക് അതിനൊരു ഇൻസ്പിറേഷൻ ആണ്. ഈ റിവ്യൂ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതിലെ ഏത് ലെസൺ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് എന്ന് കമന്റ് ചെയ്യുക. വീക്ക് 2 ചലഞ്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീക്ക് നമുക്ക് വീണ്ടും കാണാം. ബൈ.